Hello students, welcome back to my channel. അപ്പോൾ നമ്മൾ ഗേറ്റ് സീരീസിൻ്റെ അകത്ത് അടുത്തൊരു വീഡിയോ ആണ് ഇത്. അഡ്രസ്സിംഗ് മോഡ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചറിലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇഷ്ടംപോലെ ഗേറ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള ഫുൾ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ എന്താണ് അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് നോക്കാം. സോ വാട്ട് യു മീൻ ബൈ അഡ്രസ്സിംഗ് മോഡ്സ്? ഒരു ഇൻസ്ട്രക്ഷൻ്റെ ഓപ്പറാൻഡിനെ നമ്മൾ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്, അതിനെയാണ് അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയുന്നത്. ഒരു ഓപ്പറാൻഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ഫീൽഡിൽ എന്തെങ്കിലും മോഡിഫിക്കേഷനോ ഇന്റർപ്രിട്ടേഷനോ നടത്തുന്നതിന് വേണ്ടിയുള്ള റൂളിനെ അഡ്രസ്സിംഗ് മോഡ് സ്പെസിഫൈ ചെയ്യുന്നു. ഒരു ഇൻസ്ട്രക്ഷന്റെ അകത്ത് ഒരു ഓപ്പറാൻഡിന്റെ ലൊക്കേഷനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി പല പല വഴികളുണ്ട്. അപ്പൊ അതാണ് ആക്ച്വലി അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയുന്നത്. നമുക്ക് അഡ്രസ്സിംഗ് മോഡിന്റെ ഡെഫിനേഷൻ നോക്കാം. ഒരു ഇൻസ്ട്രക്ഷന്റെ എഫക്റ്റീവ് അഡ്രസ്സിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അഡ്രസ്സിംഗ് മോഡ്സ് യൂസ് ചെയ്യുന്നത്. ഈ എഫക്റ്റീവ് അഡ്രസ്സിന്റെ അകത്താണ് ഒബ്ജക്ട്സ് ഉള്ളത്. ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ അത് ഡാറ്റ എലമെന്റ്സ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്രസ് ആവാം. സോ ഇതിനെ ഇൻസ്ട്രക്ഷൻ്റെ അകത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നു. അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട്. സീക്വൻഷ്യൽ കൺട്രോൾ ഫ്ലോ അഡ്രസ്സിംഗ് മോഡ്, അത് ഡേറ്റനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അടുത്തത് ട്രാൻസ്ഫർ ഓഫ് കൺട്രോൾ ഫ്ലോ അഡ്രസ്സിംഗ് മോഡ്, ഇത് ഇൻസ്ട്രക്ഷൻസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇനി എന്തിനാണ് അഡ്രസ്സിംഗ് മോഡ്സ് യൂസ് ചെയ്യുന്നത്? ഒരു കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള ഒരു ഒബ്ജക്റ്റിന്റെ ലൊക്കേഷനെ കാണിക്കാൻ വേണ്ടി അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്യാം. ആ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡേറ്റയാകാം. അഡ്രസ്സിംഗ് മോഡിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എഫക്റ്റീവ് അഡ്രസ് ആണ്. എഫക്റ്റീവ് അഡ്രസ് മീൻസ് ആക്ച്വൽ അഡ്രസ് ഓഫ് ദി ഒബ്ജക്ട്. Therefore നമുക്ക് പറയാം ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ കണ്ടന്റ് ഓഫ് ദി എഫക്റ്റീവ് അഡ്രസ്. സോ എഫക്റ്റീവ് അഡ്രസ്സിന്റെ കണ്ടന്റ് ആണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു ഇൻസ്ട്രക്ഷന്റെ അകത്ത് അഡ്രസ്സിംഗ് മോഡ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പല രീതിയിലാണ്. ഒന്നെങ്കിൽ ഇംപ്ലിസിറ്റ് ആവാം, അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് ആവാം. ഇംപ്ലിസിറ്റ് മീൻസ് ഓപ്കോഡ് ഇറ്റ്സെൽഫ് സ്പെസിഫൈസ് ദ അഡ്രസ്സിംഗ് മോഡ് യൂസ്ഡ്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന അഡ്രസ്സിംഗ് മോഡ് ഓപ്കോഡിന്റെ അകത്ത് തന്നെയായിരിക്കും ഉള്ളത്. എക്സ്പ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിന്റെ അകത്ത് ഒരു മോഡ് ഫീൽഡ് കൂടെ ഉണ്ടാവും. ആ മോഡ് ഫീൽഡിന്റെ അകത്തായിരിക്കും നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് അഡ്രസ്സിംഗ് മോഡാണ് യൂസ് ചെയ്തത് അത് സ്പെസിഫൈ ചെയ്യുന്നത് ഒരു മോഡ് ഫീൽഡിന്റെ അകത്തായിരിക്കും. ഇനി അഡ്രസ്സിംഗ് മോഡ്സിനെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. മെമ്മറി ബേസ്ഡ് അഡ്രസ്സിംഗ് മോഡ്സ് ആൻഡ് ട്രാൻസ്ഫർ കൺട്രോൾ അഡ്രസ്സിംഗ് മോഡ്സ്. ഈ മെമ്മറി ബേസ്ഡ് അഡ്രസ്സിംഗ് മോഡ്സിനെ ഫർദർ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ മെമ്മറി ബേസ്ഡ് അഡ്രസ്സിംഗ് മോഡ്സ് 7 ടൈപ്പാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ്. ഇതിൻ്റെ അകത്ത് ഇൻസ്ട്രക്ഷൻ ഡെഫിനിഷൻ്റെ അകത്ത് തന്നെ ഓപ്പറാൻഡിനെ ഇംപ്ലിസിറ്റ്ലി സ്പെസിഫൈ ചെയ്തേക്കുവാണ്. നെക്സ്റ്റ് വൺ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. പേര് പോലെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. സോ അപ്പോൾ ഇൻസ്ട്രക്ഷൻ്റെ അകത്ത് തന്നെ ഓപ്പറാൻഡിനെ സ്പെസിഫൈ ചെയ്തേക്കുക. സോ വി ക്യാൻ സേ ദാറ്റ് ഇമ്മീഡിയറ്റ് മോഡ് ഇൻസ്ട്രക്ഷൻ ഹാസ് ആൻ ഓപ്പറാൻഡ് റാദർ ദാൻ അഡ്രസ്. സോ ഇവിടെ അഡ്രസ്സിന് പകരം ഓപ്പറാൻഡ് തന്നെ ഇമ്മീഡിയറ്റ് മോഡ് ഇൻസ്ട്രക്ഷൻ്റെ അകത്തുണ്ട്. നെക്സ്റ്റ് വൺ ഡയറക്റ്റ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. ഒരു ഓപ്പറാൻഡ് രജിസ്റ്ററിൻ്റെ അകത്തും മറ്റേത് മെമ്മറിക്കകത്തും എടുത്തിട്ട് വരും. നെക്സ്റ്റ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഈ ഒരു മോഡിൻ്റെ അകത്ത് ഇൻസ്ട്രക്ഷൻ്റെ അകത്ത് തന്നെ ഓപ്പറാൻഡിനെ ഹോൾഡ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവും. സോ ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് പാർട്ട് എന്ന് പറയുന്നത് എഫക്റ്റീവ് അഡ്രസ് ആയിരിക്കും. നെക്സ്റ്റ് വൺ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ശ്രദ്ധിക്കുക, മെമ്മറിക്കകത്ത് എഫക്റ്റീവ് അഡ്രസ് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനാണ് ഇരിക്കുന്നത്. ആ ലൊക്കേഷന്റെ അഡ്രസ് എന്താണ്? ആ അഡ്രസ് ആയിരിക്കും നമ്മുടെ ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ഫീൽഡ് തരുന്നത്. ഓക്കെ, സോ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന എഫക്റ്റീവ് അഡ്രസ്സിന്റെ ലൊക്കേഷന്റെ അഡ്രസ് ആയിരിക്കും ഇൻസ്ട്രക്ഷന്റെ അകത്തുള്ള അഡ്രസ് ഫീൽഡ് തരുന്നത്. നെക്സ്റ്റ് വൺ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ്. ഇവിടെ എഫക്റ്റീവ് അഡ്രസ്സിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇനി ഇവിടെ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞ ഒരു രജിസ്റ്റർ കൂടെ ഉണ്ട്. സോ പ്രോഗ്രാം കൗണ്ടറിന്റെ കണ്ടന്റിനെ എടുത്തിട്ട് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് പാർട്ടുമായിട്ട് ആഡ് ചെയ്യും. അപ്പം അങ്ങനെ കിട്ടുന്നതാണ് എഫക്റ്റീവ് അഡ്രസ്സ്. ഇനി ലാസ്റ്റ് വൺ ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ്. ഇത് റിലേറ്റീവ് അഡ്രസ്സുമായിട്ട് ഒരു സിമിലാരിറ്റി ഉണ്ട്. റിലേറ്റീവ് അഡ്രസ്സിംഗിൻ്റെ അകത്ത് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രോഗ്രാം കൗണ്ടറിന്റെ കണ്ടന്റിനെയും നമ്മുടെ ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് പാർട്ടിനെയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എഫക്റ്റീവ് അഡ്രസ്സ് കിട്ടും. ഇനി ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയും എഫക്റ്റീവ് അഡ്രസ്സിനെ കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ വ്യത്യാസം എന്ന് വെച്ചാൽ മറ്റേടത്ത് പ്രോഗ്രാം കൗണ്ടർ ആണെങ്കിൽ ഇവിടെ ഇൻഡെക്സ് രജിസ്റ്ററിന്റെ കണ്ടന്റിനെയും ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് പാർട്ടിനെയും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എഫക്റ്റീവ് അഡ്രസ്സിനെ കിട്ടും. അതാണ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ്. ഇനി അഡ്രസ്സിംഗ് മോഡിന്റെ അടുത്തൊരു ടൈപ്പാണ് ട്രാൻസ്ഫർ ഓഫ് കൺട്രോൾ അഡ്രസ്സിംഗ് മോഡ്സ്. 2 ടൈപ്പാണ്, PC റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് ആൻഡ് ബേസ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. ഒരു സെഗ്മെന്റിന്റെ അകത്തുള്ള ഇൻസ്ട്രക്ഷനെ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അഡ്രസ്സിംഗ് മോഡാണ് PC റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ്. സോ therefore only one offset address is required. ഒരു ഓഫ്സെറ്റ് അഡ്രസ്സ് മാത്രമേ അവിടെ ആവശ്യമുള്ളൂ. അടുത്തത് 2 സെഗ്മെന്റ്സിന്റെ ഇടയിലുള്ള ഇൻസ്ട്രക്ഷനെ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അഡ്രസ്സിംഗ് മോഡാണ് ബേസ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. therefore a base address as well as an offset is required. മറ്റേടത്ത് ഓഫ്സെറ്റ് അഡ്രസ്സ് മാത്രം മതിയായിരുന്നു, ഇവിടെ ബേസ് അഡ്രസ്സും ഓഫ്സെറ്റും ആവശ്യമുണ്ട്. ഇനി എന്താണ് മെഷീൻ ഇൻസ്ട്രക്ഷൻസ്? ഒരു കമ്പ്യൂട്ടറിന്റെ മൈക്രോ ഓപ്പറേഷൻസിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ബൈനറി കോഡിനെ യൂസ് ചെയ്യുന്നു. മെഷീൻ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ കമാൻഡ്സ് അല്ലെങ്കിൽ പ്രോഗ്രാം ആണ്
ഒരു മെഷീൻ അല്ലെ കമ്പ്യൂട്ടറിന്റെ മെഷീൻ കോഡ് ലാംഗ്വേജിലാണ് എഴുതിയേക്കുന്നത്. സോ ദാറ്റ് ഈസ് റിക്കഗ്നൈസ്ഡ് ആൻഡ് എക്സിക്യൂട്ടഡ്. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിൽ മെഷീൻ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ ലോ ലെവൽ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ആണ്. അത് ബൈനറി കോഡിലായിരിക്കും എഴുതിയേക്കുന്നത്. ബൈനറി കോഡ് മീൻസ് അവിടെ 0101 ആ ഒരു ഫോർമാറ്റ് ആയിരിക്കും യൂസ് ചെയ്യുക. സോ ഇവിടെ ഒരു ഫർദർ പ്രോസസ്സിംഗിന്റെ ആവശ്യമില്ല. ഈ ഇൻസ്ട്രക്ഷൻസിനെ ഡയറക്ട്ലി ഡീകോഡ് ചെയ്ത് ഒരു കമ്പ്യൂട്ടർ മൈക്രോ പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യും. ഇനി നമുക്ക് കുറച്ച് ടേംസ് നോക്കാനുണ്ട്. ഇൻസ്ട്രക്ഷൻ കോഡ്, ഇൻസ്ട്രക്ഷൻ സെറ്റ്, ഇൻസ്ട്രക്ഷൻ cycles. Instruction code means a group of bits that are used to instruct the CPU to perform a specific operation. ഒരു സ്പെസിഫിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി CPU ഇൻസ്ട്രക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സ് ആണ് ഇൻസ്ട്രക്ഷൻ കോഡ് എന്ന് പറഞ്ഞാൽ. ഈ ഇൻസ്ട്രക്ഷൻസിനെ എല്ലാം ബൈനറി ഇൻസ്ട്രക്ഷൻ കോഡിന്റെ അകത്ത് എൻകോഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷൻ കോഡിന്റെ അകത്തും ഒരു ഓപ്പറേഷൻ കോഡ് അല്ലെങ്കിൽ ഓപ്പ് കോഡ് കാണും. ഈ ഓപ്പ് കോഡാണ് ഓരോ ഇൻസ്ട്രക്ഷന്റെയും ഓവറോൾ പർപ്പസിനെ ഡിസിഗ്നേറ്റ് ചെയ്യുന്നത്. ഒരു ഓപ്പ് കോഡിനകത്ത് അലോക്കേറ്റ് ചെയ്തേക്കുന്ന നമ്പർ ഓഫ് ബിറ്റ്സിന്റെ എണ്ണം അനുസരിച്ചിട്ടാണ് ഒരു ആർക്കിടെക്ചറിന് എത്ര ഡിഫറെന്റ് ഇൻസ്ട്രക്ഷൻസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഇൻസ്ട്രക്ഷൻ സെറ്റ് മീൻസ് ഗ്രൂപ്പ് ഓഫ് കമാൻഡ്സ് ഓർ എ CPU ഇൻ മെഷീൻ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജിൽ എഴുതിയേക്കുന്ന CPUവിന് വേണ്ടിയുള്ള ഗ്രൂപ്പ് ഓഫ് കമാൻഡ്സിനെയാണ് ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്നത്. സോ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുമ്പം ഒരു CPUവിന് വേണ്ടിയുള്ള എല്ലാ പോസിബിൾ ഇൻസ്ട്രക്ഷൻസിനെയും നമുക്ക് ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ സബ്സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു എൻഹാൻസ് ഇസ് പെർഫോമൻസ് ഇൻ സർട്ടൻ സിറ്റുവേഷൻ. അപ്പം ചില സിറ്റുവേഷനിൽ CPUവിന്റെ പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യുന്ന ചില സബ്സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അതിനെ നമുക്ക് ഇൻസ്ട്രക്ഷൻ സെറ്റിന്റെ അകത്ത് പറയാം. ഇനി എന്താണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ്? ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ് ഓൾസോ നോൺ ആസ് fetch, decode, execute cycle or simply fetch, execute cycle. So this is the cycle that the central processing unit follows from boot up until the computer has shut down to process അപ്പോൾ ഇൻസ്ട്രക്ഷൻസിനെ പ്രോസസ് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യുന്നത് വരെ ഫ്രം ബൂട്ട് അപ്പ് അത്രയും വരെ CPU ഫോളോ ചെയ്യുന്ന ആ ഒരു സൈക്കിളിനെയാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഇൻസ്ട്രക്ഷൻ സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഫേസസ്. ഇൻസ്ട്രക്ഷൻ സൈക്കിളിൻ്റെ അകത്തുള്ള ഫേസസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, മെമ്മറിക്കകത്ത് നിന്ന് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്തുകൊണ്ട് വരണം. ദെൻ ആ ഒരു ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യണം. ഇനി ഇൻസ്ട്രക്ഷൻ്റെ അകത്ത് ഇൻഡയറക്റ്റ് അഡ്രസ് ആണെങ്കിൽ മെമ്മറിക്കകത്ത് പോയി എഫക്റ്റീവ് അഡ്രസ്സിനെ റീഡ് ചെയ്യണം. ദെൻ ആ ഇൻസ്ട്രക്ഷൻസിനെയൊക്കെ എക്സിക്യൂട്ട് ചെയ്യുക. ദെൻ റിസൾട്ടിനെ മെമ്മറിക്കകത്തേക്ക് തിരിച്ച് എഴുതി കൊടുക്കണം. ഇനി വാട്ട് ഈസ് ആൻ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്? ഇപ്പോൾ ഇൻസ്ട്രക്ഷൻ്റെ അകത്ത് കുറേ ബിറ്റ്സ് ഉണ്ട്. ഈ ബിറ്റ്സിനെ എല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്യുമ്പം അത് ഫീൽഡുകളായിട്ട് മാറും. ഇപ്പോൾ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിലുള്ള കുറച്ച് ഫീൽഡുകളാണ് ഓപ്പ് കോഡ്, അഡ്രസ് ഫീൽഡ്, മോഡ് ഫീൽഡ് എന്നൊക്കെ പറയുന്നത്. ഇനി എന്താണ് ഓപ്പ് കോഡ്? നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്ന ഓപ്പറേഷനെ കുറിച്ച് പറയുന്ന ആൾക്കാരാണ് ഓപ്പ് കോഡ് എന്ന് പറയുന്നത്. മെമ്മറി അഡ്രസ് അല്ലെങ്കിൽ പ്രോസസ് രജിസ്റ്ററിനെ ഡിസിഗ്നേറ്റ് ചെയ്യുന്നത് അഡ്രസ് ഫീൽഡ് ആണ്. ഇനി ഓപ്പറാൻഡ് അല്ലെങ്കിൽ എഫക്റ്റീവ് അഡ്രസ്സിനെ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ന് സ്പെസിഫൈ ചെയ്യുന്ന ആൾക്കാരാണ് മോഡ് ഫീൽഡ്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്സ് 4 ടൈപ്പാണ്. 3 അഡ്രസ്, 2 അഡ്രസ്, 1 അഡ്രസ് ആൻഡ് 0 അഡ്രസ്. ഇതെന്തൊക്കെയാണെന്നും കൂടെ നമുക്ക് നോക്കാം. 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്. ഈ ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് 3 അഡ്രസ് ഫീൽഡുകളാണ് ഉള്ളത്. അഡ്രസ് ഓഫ് ഓപ്പറാൻഡ് 1, അഡ്രസ് ഓഫ് ഓപ്പറാൻഡ് 2 ആൻഡ് അഡ്രസ് വേർ ദ റിസൾട്ട് നീഡ് ടു ബി പുട്ട്. റിസൾട്ട് കൊടുക്കേണ്ട ലൊക്കേഷൻ്റെ അഡ്രസ്സും കൂടെ കാണും. ദെൻ ഓപ്പറാൻഡ് 1, ഓപ്പറാൻഡ് 2ന്റെ അഡ്രസ്സും. ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നത് CPUവിൻ്റെ ഒരു രജിസ്റ്റർ ആയിട്ടുള്ള പ്രോഗ്രാം കൗണ്ടറിൻ്റെ അകത്താണ്. സോ ഒരു ഇൻസ്ട്രക്ഷനെ എൻകോഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ആവശ്യമുള്ള നമ്പർ ഓഫ് ബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ 10 ബൈറ്റ്സ് ആണ്. ഓരോ അഡ്രസ്സിനും 24 ബിറ്റ്സ് ആണ് വേണ്ടത്. സോ 3 ബൈറ്റ്സ് ആയിരിക്കും വരുന്നത്. നമുക്കറിയാം ഒരു ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റ് ആണ്. അപ്പോൾ 3 ബൈറ്റ്സ് എന്ന് പറയുമ്പോൾ 8 × 3, സോ 24 ബിറ്റ്സ് ആണ് ഓരോ അഡ്രസ്സിനും കൊടുക്കുന്നത്. ഇവിടെ 3 അഡ്രസ്സുകളാണ് വരുന്നത്. അതുപോലെ ഒരു ഓപ്പ് കോഡ് ഫീൽഡും വരും. സോ 3 അഡ്രസ്സിന് 3 ബൈറ്റ്സ് വെച്ചിട്ട് അപ്പോൾ 3 × 3 പ്ലസ് ഒരു ഓപ്പ് കോഡ് ഫീൽഡ് പ്ലസ് ഇപ്പോൾ 1. അപ്പോൾ 3 × 3 + 1 10 ബൈറ്റ്സ് ആണ് ടോട്ടൽ. ഇനി ദ നമ്പർ ഓഫ് മെമ്മറി ആക്സസ് റിക്വയർഡ് ഇസ് 7 വേർഡ്സ്. ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാൻ വേണ്ടി 4 വേർഡ്സ് വേണം. ദെൻ ഓപ്പറേഷൻ ഫെച്ചിന് വേണ്ടി 2 വേർഡ്സ് വേണം. ആൻഡ് മെമ്മറിക്കകത്തേക്ക് റിസൾട്ടിനെ തിരിച്ച് പ്ലേസ് ചെയ്യാൻ വേണ്ടി 1 വേർഡ് വേണം. ഇനി 2 അഡ്രസ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിൽ 2 അഡ്രസ്സും ഒരു ഓപ്പറേഷൻ ഫീൽഡുമാണ് വരുന്നത്. റിസൾട്ട് ഏതെങ്കിലും ഒരു ഓപ്പറാൻഡ് അഡ്രസ്സിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്പറാൻഡ് അഡ്രസ്സിന്റെ അഡ്രസ്സിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. CPUവിന്റെ രജിസ്റ്റർ ആയിട്ടുള്ള PC നമ്മുടെ പ്രോഗ്രാം കൗണ്ടറിൻ്റെ അകത്തായിരിക്കും നെക്സ്റ്റ് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യുന്നത്. 1 അഡ്രസ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിൻ്റെ അകത്ത് ഒരു അഡ്രസ് ഫീൽഡും ഒരു ഓപ്പറേഷൻ ഫീൽഡും വരും. അപ്പോൾ ഈ അഡ്രസ് ആണ് ഫസ്റ്റ് ഓപ്പറാൻഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഓപ്പറാൻഡും റിസൾട്ടും സ്റ്റോർ ചെയ്യുന്നത് CPU രജിസ്റ്റർ ആയിട്ടുള്ള അക്യുമുലേറ്റർ രജിസ്റ്ററിൻ്റെ അകത്തായിരിക്കും. ഒരു മെഷീൻ്റെ അകത്ത് നമുക്കറിയാം ഒരു അക്യുമുലേറ്ററേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻസ്ട്രക്ഷൻ്റെ അകത്ത് എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ ചെയ്യാൻ പറ്റില്ല. ഇനി CPUവിന്റെ രജിസ്റ്റർ ആയിട്ടുള്ള പ്രോഗ്രാം കൗണ്ടർ ആണ് അടുത്ത ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യുന്നത്. ഈ ഒരു സെനാരിയോയിൽ 2 അഡീഷണൽ ഇൻസ്ട്രക്ഷൻസ് കൂടെ വേണം. അക്യുമുലേറ്ററിന്റെ കണ്ടന്റിനെ ലോഡ് ചെയ്യാനും സ്റ്റോർ ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള 2 ഇൻസ്ട്രക്ഷൻസ്. ഇനി ഇൻസ്ട്രക്ഷനെ എൻകോഡ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയുന്നത് 4 ബൈറ്റ്സ് ആണ്. ആൻഡ് ഈച്ച് അഡ്രസ് റിക്വയർസ് 24 ബിറ്റ്സ്. സോ 3 ബൈറ്റ്സ്. ഇവിടെ ഒരു അഡ്രസ്സും
ഒരു ഓപ്പറേഷൻ കോഡ് ഫീൽഡും ആണുള്ളത്. സോ 1 × 3 + 1. സോ 4 ബൈറ്റ്സ് ആയിരിക്കും ടോട്ടൽ വരിക. ഇനി മെമ്മറി ആക്സസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ടോട്ടൽ 3 വേർഡ്സ് ആണ് വേണ്ടത്. 2 വേർഡ്സ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാനും പ്ലസ് 1 വേർഡ് ഫോർ കോഡ് ഫോർ ഓപ്പറാൻഡ് ഫെച്ച്. 0 അഡ്രസ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിൻ്റെ അകത്ത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി CPU-ൻ്റെ അകത്ത് പുതിയ ഒരാളും കൂടെ ഉണ്ട്, സ്റ്റാക്ക്. സോ ഇവിടെ അഡ്രസ് ആവശ്യമില്ല. സോ മെമ്മറിക്ക് അകത്തുനിന്ന് ഓപ്പറാൻഡ്സിനെ ഡയറക്റ്റ് ആയിട്ട് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. അരിത്തമെറ്റിക് ലോജിക് ഓപ്പറേഷൻസ് ഇംപ്ലിസിറ്റ്ലി പെർഫോം ചെയ്യുവാണ് ഓൺ ദ ടോപ്പ് എലമെന്റ്സ് ഓഫ് ദ സ്റ്റാക്ക്. സ്റ്റാക്കിന്റെ ടോപ്പ് എലമെന്റ്സിലേക്ക് ഇംപ്ലിസിറ്റ്ലി അരിത്തമെറ്റിക് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. ഇവിടെ ആ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടുത്തെ ഓപ്പ് കോഡ് എന്ന് പറഞ്ഞ ആഡ് ആണ്. സോ അഡീഷൻ ആണ് ഇവിടെ വരുന്നത്. സോ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്, അപ്പം നമ്മുടെ സ്റ്റാക്കിന്റെ ടോപ്പിലേക്ക് സ്റ്റാക്കിന്റെ ടോപ്പിലിരിക്കുന്ന എലമെന്റും സെക്കൻഡ് ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിന്റെ സെക്കൻഡ് എലമെന്റും കൂടെ ആഡ് ചെയ്തിട്ട് ടോപ്പിലേക്ക് കൊടുക്കും. നമ്മൾ ഇതുവരെ അഡ്രസ്സിംഗ് മോഡ്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു, അതുപോലെ ടൈപ്പ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ്, അഡ്രസ്സിംഗ് മോഡിന്റെ യൂസസ് എല്ലാം പറഞ്ഞു. ഇനി നമുക്കൊരു എക്സാമ്പിൾ വെച്ച് അഡ്രസ്സിംഗ് മോഡ് നോക്കാം. കൺസിഡർ വി ഹാവ് ദ ഫോളോവിംഗ് വാല്യൂസ് ഇൻ ദ ഗിവൺ മെമ്മറി ലൊക്കേഷൻ. നമുക്ക് കുറച്ച് മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട്, അവിടെയുള്ള വാല്യൂസും തന്നിട്ടുണ്ട്. ഇനി ഇൻഡെക്സ് രജിസ്റ്റർ R1 200 സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡിന് വേണ്ടി ഇംപ്ലിസിറ്റ്ലി ഈ ഒരു വാല്യൂവിനെ യൂസ് ചെയ്യും. സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ലോഡ് 1000 എന്നാണ്. അപ്പോൾ അക്യുമുലേറ്ററിലേക്ക് എന്ത് ഡാറ്റ ആയിരിക്കും ലോഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് അഡ്രസ്സിംഗ് മോഡ്സ് തന്നേക്കോ, ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, ദെൻ ബേസ്, അതായത് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ്. അപ്പോൾ ഇത്രയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ പല പല അഡ്രസ്സിംഗ് മോഡിൽ ലോഡ് 1000 എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ആണ് എന്ത് ഡാറ്റ ആയിരിക്കും അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇതെങ്ങനെ വന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് തന്നേക്കുന്നത് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ ഡയറക്റ്റ് ആ ലൊക്കേഷൻ്റെ അകത്തേക്കായിരിക്കും ഓപ്പറാൻഡിന്റെ വാല്യൂവിനെ കൊടുക്കുന്നത്. സോ ഇവിടെ ലൊക്കേഷൻ 1000-ൽ ഇരിക്കുന്ന വാല്യൂ എന്താണ്? 1300. അപ്പം ഇവിടെ കൊടുക്കുന്ന ലോഡ് 1000 എന്ന് പറയുമ്പോൾ 1300 ആയിരിക്കും ഇവിടെ കൊടുക്കുന്ന വാല്യൂ. നെക്സ്റ്റ് വൺ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. സോ മെമ്മറിക്കകത്ത് എഫക്റ്റീവ് അഡ്രസ് ഇരിക്കുന്ന ലൊക്കേഷൻ എന്താണ്? ആ ലൊക്കേഷന്റെ അഡ്രസ്സിനെ ആയിരിക്കും ഇൻസ്ട്രക്ഷൻ്റെ അകത്ത് അഡ്രസ്സിംഗ് ഫീൽഡ് കാണിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ലോഡ് 1000 എന്നാ. സോ നമ്മൾ ആദ്യം ലൊക്കേഷൻ 1000-ൽ നോക്കണം. ലൊക്കേഷൻ 1000-ൽ ഇരിക്കുന്ന വാല്യൂ 1300 ആണ്. 1300 എന്ന് പറയുന്നത് ഒരു അഡ്രസ് ആണ് ഇൻ കേസ് ഓഫ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇപ്പം 1300 എന്ന് പറഞ്ഞ ഒരു അഡ്രസ് ആണെങ്കിൽ 1300-ൽ ആരാണ് ഇരിക്കുന്നത് നോക്കണം. 1300-ൽ ആരാണ് ഇരിക്കുന്നത്? 1200 ആണ് ഇരിക്കുന്നത്. സോ ഇവിടെ കൊടുക്കുന്ന വാല്യൂ ഇപ്പം അവിടെ അക്യുമുലേറ്ററിലേക്ക് കൊടുക്കുന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രയായിരിക്കും? 1200 ആയിരിക്കും. ഇനി ലാസ്റ്റ് വൺ ബേസ് അഡ്രസ്സിംഗ് മോഡ് അല്ലെങ്കിൽ ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ്. ഇനി ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡിന്റെ അകത്ത് നമ്മൾ എഫക്റ്റീവ് അഡ്രസ്സിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് പാർട്ടിനെയും ഇൻഡെക്സ് രജിസ്റ്ററിന്റെ കണ്ടന്റിനെയും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും. സോ നമുക്കിവിടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇൻഡെക്സ് രജിസ്റ്ററിന്റെ വാല്യൂ 200 എന്ന് തന്നിട്ടുണ്ട്. ദെൻ ലോഡ് 1000 എന്നാണ് തന്നേക്കുന്നത്. അപ്പം 1000 + 200 1200. 1200-ലുള്ള വാല്യൂ എന്താണ്? 800. സോ 800 നമുക്ക് ഇവിടെ അക്യുമുലേറ്ററിലേക്ക് കൊടുക്കാം വെൻ വി ആർ യൂസിങ് ബേസ് അഡ്രസ്സിംഗ് മോഡ് അല്ലെങ്കിൽ ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ സ്റ്റുഡൻസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അഡ്രസ്സിംഗ് മോഡ്സ് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനെക്കുറിച്ചുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ നോക്കാനുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അഡ്രസ്സിംഗ് മോഡ്സിന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് നമുക്കൊരു വീഡിയോ കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് ഇതിൻ്റെ മാക്സിമം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ ഇത്രയും പോർഷൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. നിങ്ങൾക്ക് നോട്ട്സ് ഞാൻ മെയിലായിട്ട് അയച്ചു തരാം. എനിക്ക് smarttutor5@gmail.com ഒരു മെയിൽ അയച്ചാൽ മതി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക.